കേൾക്കുന്നുണ്ട്. ആരുടെ കരച്ചിലാണത്? ഒരമ്മയുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. ദാ ഒരു മുത്തശ്ശി വരുന്നുണ്ട്. ചോദിച്ചു നോക്കാം. മുത്തശ്ശി, എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്? അത് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മയുടെ കരച്ചിലാടാ. ഉണ്ണിക്കുട്ടൻ ഞങ്ങളെല്ലാം വിട്ടുപോയി. ഉണ്ണിക്കുട്ടന്റെ വീടിനായി കരച്ചിൽ കേൾക്കുന്നത്. ഉണ്ണിക്കുട്ടൻ: ഹായ്, നമുക്ക് കളിക്കാം. നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാവേ. കഞ്ഞിയും കറിയും വെച്ച് എങ്ങനെ പായസം ഉണ്ടാക്കാവേ? അയ്യോ, അതിന് ഉണ്ണിക്കുട്ടന് പായസം ഉണ്ടാക്കാൻ അറിയൂല. നമുക്ക് അമ്മയോട് ചോദിക്കാവേ. അമ്മേ അമ്മേ, അമ്മ വരൂല. അമ്മക്ക് അടുക്കളയിൽ നിറച്ചും പണിയാ. നമുക്ക് വേറെന്തേലും കളിക്കാവേ. ഹായ്, മാങ്ങന്റെ പൂവ്. ഉണ്ണിക്കുട്ടന് മാങ്ങന്റെ പൂവ് വേണം. എങ്ങനെയാ പറിക്ക? ഉണ്ണിക്കുട്ടൻ ഇപ്പൊ വരാവേ. ഹായ്, മാങ്ങന്റെ പൂവ്. നമുക്ക് അമ്മയെ കാണിക്കാവേ. അമ്മേ അമ്മേ, എന്താണ് ചെറുക്ക? കാണിക്കൂല. എടാ ഉണ്ണി, കാണിക്കൂല. ഉണ്ണി, നിന്നോടാ കാണിക്കാൻ പറഞ്ഞ. അയ്യോ ഞാൻ എന്താണ് ഈ കാണുന്നേ? എടാ, മാങ്ങന്റെ പൂവ് പറിച്ച പിന്നെ നടമാങ്ങ ഉണ്ടാവുക. മാങ്ങന്റെ പൂവ് നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. എന്തിനാ ഉണ്ണിക്കുട്ടന് മാമ്പഴം വേണ്ട? കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഉണ്ണിക്കുട്ടന് പനി പിടിച്ച് കിടപ്പിലായി. എത്ര മരുന്ന് നൽകിയിട്ടും ഉണ്ണിക്കുട്ടൻ ഞങ്ങളെല്ലാം വിട്ടുപോയി. മോനെ, നീ എണീക്കടാ. ഞാനാ നിന്റെ അമ്മ. മോനെ, എണീക്കടാ. ഒരിക്കലല്ലേ പറഞ്ഞുള്ളൂ നീ മാമ്പഴം കഴിക്കാൻ വരില്ലെന്ന്. മോനെ, എണീക്കടാ. എന്റെ ഹൃദയസ്പർശമായ കഥ. ഈ കഥയെ കുറിച്ച് ഒരു കവിത എഴുതണം. മാമ്പഴം എന്ന് തന്നെ ആകട്ടെ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നേറ്റത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. നന്ദി.